ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് മെട്രോ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തെ ഏറെ സന്തോഷത്തോടെയാണ് ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. സിംഗപ്പൂർ എന്ന രാജ്യമൊക്കെ പോലെ ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം വികസിക്കാനുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കാറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ തന്നെ ഒരു കാറും ബൈക്കും ഉണ്ട്. അപ്പോൾ ഓരോരോ ഇൻഡിവിജ്വൽ ഫാമിലിക്ക് ഒരു മിനിമം ഒരു കാർ ഒരു ബൈക്ക് ഉണ്ടാവും. അത് കാരണം തന്നെ പല പൊല്യൂഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെട്രോ വന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കുറയ്ക്കാം. പരമ്പരാഗത മെട്രോ വേണോ അതോ ലൈറ്റ് മെട്രോ ആണോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സമഗ്ര മൊബിലിറ്റി പ്ലാൻ സ്റ്റോക്ക് ഹോൾഡർമാരുടെ യോഗത്തിൽ തീരുമാനമായിട്ടില്ല. ആദ്യഘട്ടത്തിൽ വെസ്റ്റ് ഹിൽ, രാമനാട്ടുകര, ബീച്ച് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളെയാണ് കോറിഡോറുകളായി പരിഗണിക്കുക. ലൈറ്റ് മെട്രോയാണോ അനുയോജ്യം എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകും. 60 വർഷം വരെയുള്ള കോഴിക്കോടിന്റെ വികസനം മുൻകൂട്ടി കണ്ടാണ് പദ്ധതി തയ്യാറാക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന വാഹനത്തിരക്ക്, ജനപ്പെരുപ്പം എന്നിവ കോഴിക്കോട് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് മെട്രോ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. രാവിലെ നല്ല ബ്ലോക്കാണ് ഉണ്ടാവുന്നത്. വൈകിട്ടാണെങ്കിലും 5 മണി 7 മണീൻ്റെ ഉള്ളിൽ നല്ല ബ്ലോക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. എന്തായാലും മെട്രോ വന്നു കഴിഞ്ഞാൽ അധികം എല്ലാവരും അതിലേക്ക് മാറും. സ്വാഭാവികമായിട്ടും അടുത്തടുത്ത് ജംഗ്ഷനും പോലെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ 2 വീലർ സംബന്ധിച്ചിടത്തോളം ആളുകളും ഇതേമാതിരി തന്നെ അതിലേക്ക് മാറും. നല്ലതല്ലേ സംഭവം? കുറേ ബസ്സും ട്രാഫിക്കൊക്കെ അല്ലേ, വൈബാവുന്നതാണ് എൻ്റെ അഭിപ്രായം. സംഭവം മെച്ചപ്പെടട്ടെ, ടൗൺ മെച്ചപ്പെടട്ടെ. നഗരത്തിന്റെ സമഗ്ര മൊബിലിറ്റി പ്ലാൻ സംബന്ധിച്ച് കോഴിക്കോട് മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു മെട്രോ അടക്കം ചർച്ച ചെയ്തുകൊണ്ട് യോഗം ചേർന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.